അഷ്കർ അലി കരിമ്പ, കേസെടുക്കുന്നു, അതുപോലെ തന്നെ പരാതികൾ വരുന്നു. അന്വേഷണം ഇപ്പോൾ ഏതൊക്കെ രീതിയിലാണ് നടക്കുന്നത്? പ്രത്യേക സംഘമെത്തി സംഭവസ്ഥലത്ത് പരിശോധനയൊക്കെ നടത്തിയോ? സുജയ, രണ്ട് പരിശോധനകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഒന്ന്, പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ പോലീസിന്റെ അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ഇന്ന് പലതവണ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇവിടെ കേന്ദ്രം, പ്രത്യേകിച്ച് ADGP ഡേവിഡ്സന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം തന്നെ അത് നേതൃതല ഇടപെടലോടെ തന്നെ അന്വേഷണം പുരോഗമിക്കുന്നു എന്ന് പറയേണ്ടി വരും. 6 ജില്ലാ പോലീസ് മേധാവിമാരും അതുപോലെ തന്നെ DYSPമാരും DSPമാരും അടക്കമുള്ളവർ സംഘം ചേർന്നുകൊണ്ടുള്ള പല മീറ്റിങ്ങുകളും ഇന്ന് ഈ കരൂർ ടൗൺ സ്റ്റേഷനിലടക്കം വെച്ച് ചേരുന്ന സാഹചര്യമുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതേസമയം തന്നെ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള ഉദയനിധി സ്റ്റാലിൻ്റെ നിർദ്ദേശപ്രകാരമാണ് കേസടക്കമുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ നിലപാടുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. അത്തരമൊരു രീതിയിൽ ഉദയനിധി സ്റ്റാലിൻ കരൂരിൽ സ്റ്റേ ചെയ്തുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം നൽകുകയും ചെയ്യുന്നു. മറ്റൊരു അന്വേഷണം എന്ന് പറയുന്നത് ജുഡീഷ്യൽ കമ്മീഷൻ്റെ അന്വേഷണമാണ്. അല്പസമയത്തിനകം തന്നെ ജുഡീഷ്യൽ കമ്മീഷൻ അംഗമായിട്ടുള്ള അരുണ ജഗദീശൻ ഇവിടെ എത്തുകയും അവിടെ സ്ഥലം സന്ദർശിക്കുകയും പരിശോധന നടത്തുകയും ചെയ്യും. 3 ദിവസത്തിനകം തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഈ ജുഡീഷ്യൽ കമ്മീഷൻ ലക്ഷ്യമിടുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ആ രീതിയിൽ 2 അന്വേഷണം പുരോഗമിക്കുന്നു. അതേസമയം തന്നെ ഈ കേസ് ഇതെല്ലാം തന്നെ മറ്റൊരു വഴിയിലേക്ക്, അഥവാ DMK സർക്കാർ നിയോഗിച്ച ജുഡീഷ്യൽ കമ്മീഷനെയും DMKയുടെ പോലീസിനും അപ്പുറത്തേക്ക് ഒരു സ്വതന്ത്ര അന്വേഷണം വേണമെന്ന നിലപാടിലാണ് TVK ഉള്ളത്. അതുകൊണ്ടാണ് അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു ഹർജി നൽകുന്ന സാഹചര്യമുണ്ടായത്. ആ ഹർജി നാളെ 2:15 പരിഗണിക്കുകയും ചെയ്യും. ഒന്നുകിൽ കോടതി സ്വമേധ കേസെടുത്ത് അന്വേഷണം നടത്തണം, അതല്ല എങ്കിൽ ഒരു സ്വതന്ത്ര ഏജൻസി, CBI പോലെയുള്ള ഒരു സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് കേസ് അന്വേഷിപ്പിക്കണം. മാത്രമല്ല CCTV ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും സംരക്ഷിക്കണമെന്ന് അടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ TVK ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. അതേസമയം തന്നെ TVKയുടെ ഇനിയൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണം അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ സമ്മേളനമോ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനോ അതല്ലാത്ത ക്യാമ്പയിനുകളോ ഒന്നും തന്നെ നടത്താൻ പാടില്ല, അതിനെല്ലാം വിലക്ക് ഏർപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയും ഹൈക്കോടതിയിൽ, മദ്രാസ് ഹൈക്കോടതിയിൽ എത്തിയിട്ടുണ്ട്. ആ ഹർജി അല്പസമയത്തിനകം 4:30 തന്നെ പരിഗണിക്കും. പരിഗണിക്കുമ്പോൾ നമുക്ക് അതിന്മേലുള്ള തീരുമാനം എന്താണെന്ന് അറിയാൻ കാത്തിരിക്കാം. നമുക്ക് അതിന്റെ വിവരങ്ങൾക്കായി വീണ്ടും എത്താം അഷ്കറിലേക്ക്. ഇതാദ്യമായല്ല വിജയുടെ പരിപാടിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. TVK റാലിയിൽ വൻ ആൾക്കൂട്ടം ഉണ്ടാകുന്നത് കണക്കിലെടുത്ത മദ്രാസ് ഹൈക്കോടതി തന്നെ മുന്നറിയിപ്പ് നൽകിയതുമാണ്. കർശന നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിനെതിരെ TVK നൽകിയ ഹർജി പരിഗണിക്കവേ പൊതുസ്ഥലത്ത് നടത്തുന്ന പരിപാടികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ രൂപീകരിക്കണമെന്നും കോടതി സർക്കാരിനോട് പറഞ്ഞിരുന്നു. എന്നാൽ ഇതൊന്നും പാലിച്ചില്ല. നിർദ്ദേശങ്ങളൊന്നും കൃത്യമായി നടപ്പാക്കാത്തതാണ് ഇത്തരമൊരു ദുരന്തത്തിലേക്ക് എത്തിച്ചതെന്ന് ചുരുക്കം.